ഹായ്. അപ്പം നല്ല മഴയാണ്. നമുക്കപ്പം ഒരു കോഫി ചീനോയും ഒരു ഓംപ്ലേറ്റും കഴിച്ചാലോ? പാല് വെച്ചിട്ടുണ്ട്. പാലധികം വെള്ളം ഒഴിക്കാത്ത പാലായിരിക്കണേ. കോഫി ചീനോ. ഇതിനപ്പം നമുക്ക് മുട്ട ഓംപ്ലേറ്റ്. അപ്പം നമുക്ക് കുറച്ച് കോഫി പൗഡർ ഇടാം. നല്ല ടേസ്റ്റ് ആയിട്ടാ വേണ്ട. നല്ല മഴയാണ്. ഒരു സ്പൂണ് കോഫി പൗഡർ, ഒരു സ്പൂണ് ബ്രൂവിൻ്റെ കേട്ടോ. നല്ല മഴ, നല്ല തണുപ്പും. മധുരത്തിന് പഞ്ചസാര. നല്ല കുറച്ച് ചൂട് വെള്ളം ഒഴിക്കണം. ഇത്തിരി വെള്ളം ചൂടാക്കാം. വെള്ളം ചൂടാകട്ടെ. അതിന് നമുക്ക് ഒരു മുട്ട ഓംപ്ലേറ്റ് ചെയ്യാം. പച്ചമുളകും ഉള്ളിയും അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൽ ലേശം ഉപ്പ് ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ചൂട് മുട്ട ഓംപ്ലേറ്റ് കോഫി ചീനി. ഒഴിക്കട്ടെ. നമുക്കിതിൻ്റെ അകത്ത് ചൂട് വെള്ളം ഒഴിക്കാം. നേരം നമുക്ക് സമയം എടുക്കട്ടെ ചെയ്തെടുക്കാൻ. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ പെട്ടെന്നാവേ. ഞാൻ പൊടിച്ചില്ല, കുറച്ച് മതിയല്ലോ. നല്ല പതഞ്ഞു വരുന്നത്. പാല് തിളച്ചു. പാല് മാറ്റാം. മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ ദോശക്കല്ല് വെക്കാം. ഇച്ചിരി ഓയിൽ. കല്ല് ചൂടാവട്ടെ. നമുക്കിത് വീണ്ടും ഒന്നുകൂടെ അടിച്ചെടുക്കാം. ലൈറ്റ് കളറാവണം. സ്പൂണൊന്ന് മാറ്റിയിട്ട് ഇത് വെച്ചിടാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ചൂട് പാലൊഴിക്കാം. സൂപ്പർ ടേസ്റ്റ് ആണോ?
എന്നിട്ട് ബാക്കി അതിൻ്റെ മീതെ നല്ല കുറുക്ക് പോലെ ഇരിക്കും. നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാം. എനിക്ക് അധികം കട്ടി ഇഷ്ടമല്ല, അപ്പം നല്ല നൈസാക്കി എടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കപ്പ വറുത്തത്, കോപ്പിറ്റീനോ കപ്പ വറുത്തത്, ഒരു മുട്ട ഓംലേറ്റ്. അല്ലെങ്കിൽ പൊട്ടിപ്പോ. നിലമ്പൂര് കപ്പയുണ്ടോ? നമ്മൾ ടൂർ പോയപ്പോൾ യാത്ര പോയപ്പോൾ വാങ്ങിച്ചാട്ടോ. നല്ല അടിപൊളി. രണ്ടുമൂന്ന് മതി കപ്പ വറുത്തത്. മുട്ടയോട് നമ്മുടെ കോപ്പിറ്റീനോയും മുട്ട ഓംലേറ്റും റെഡി. നല്ല ചൂടൊക്കെ. സൂപ്പർ. നല്ല ജ്യൂസി പോലെ തന്നെ കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യും. നല്ല മഴയല്ലേ, ഒരു മുട്ട ഓംലേറ്റും ഒരു കോഫി ചീനിയും കൂടെ കഴിച്ചാൽ സൂപ്പർ. 2 കപ്പ വറുത്തോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലത് പറ്റിയെന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ.